ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സോ നമ്മൾ ഇന്ന് യൂണിറ്റ് 1 അതായത് നമ്മൾ ഡിസ്കസ് ചെയ്ത യൂണിറ്റ് 1 എൻവയറമെന്റൽ സോഷ്യോളജിയുടെ യൂണിറ്റ് 1 നേച്ചർ ആൻഡ് സ്കോപ്പ് എന്നുള്ള ഒരു യൂണിറ്റ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി എന്താണ് എൻവയറമെന്റൽ സോഷ്യോളജി എന്നും അതുപോലെ തന്നെ എൻവയറമെന്റൽ സോഷ്യോളജിയിൽ എൻവയറമെന്റും സോഷ്യോളജി ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയും നേച്ചറും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇന്ന് നമ്മൾ പാർട്ട് 2 അതിനുശേഷം കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ, അതിന്റെ ബാക്കി ടോപ്പിക്കുകൾ ഈ യൂണിറ്റിൽ നമ്മൾ നോക്കാനാണ് പോകുന്നത്. സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ നമ്മൾ കണ്ടിന്യൂവേഷൻ അതിനുശേഷം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എൻവയറമെന്റൽ പ്രെഡിക്കമെന്റ്സ് എന്നുള്ളതാണ്. ഇപ്പൊ എൻവയറമെന്റൽ പ്രെഡിക്കമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻവയറമെന്റിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ എൻവയറമെന്റിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഓരോ ചലഞ്ചസിനെ തന്നെ വേണം എൻവയറമെന്റൽ പ്രെഡിക്കമെന്റ്സ് എന്ന് പറയാം. ഇത് ആക്ച്വലി ഈ ഒരു ചലഞ്ചസ് ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും? നമുക്കറിയാല്ലേ, നമ്മളുടെ ഇപ്പോൾ ഉള്ള ലോകത്തുള്ള ഒട്ടുമിക്ക അതുമായി ഭൂരിഭാഗം സൊസൈറ്റികൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, പഴയ പോലത്തെ ഒരു എന്താ പറയാ, പഴയ ഒരു ട്രഡീഷണൽ സൊസൈറ്റി ആണോ? അല്ല. അല്ലെങ്കിൽ പഴയൊരു പഴയ കാലത്തെ സൊസൈറ്റി പോലത്തെ സമൂഹമാണോ? അല്ല. എല്ലാം ഒരു പുതുമയാർന്ന സൊസൈറ്റികളാണ്, അല്ലെ? മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റികളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ വരുന്നതായിട്ടുള്ള ഡെവലപ്മെന്റും കാര്യങ്ങളും എങ്ങനെ ഈ ഒരു എൻവയറമെന്റൽ പ്രോബ്ലംസിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചലഞ്ചസ് ഉണ്ടാവാനുള്ള ഒരു പോസിറ്റീവായി അല്ലെങ്കിൽ ഒരു കോസ് ആയിട്ട് മാറുന്നു, അതെങ്ങനെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു എൻവയറമെന്റൽ പ്രെഡിക്കമെന്റ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിന്റെ കീഴിൽ നമ്മൾ നോക്കുന്നത്. സോ എൻവയറമെന്റൽ പ്രെഡിക്കമെന്റ് എന്താണെന്നുള്ള ആദ്യം നമ്മൾ മനസ്സിലാക്കണം. മെയിൻലി ചലഞ്ചസ് ആണ് എൻവയറമെന്റൽ പ്രെഡിക്കമെന്റ്സ് എന്ന് പറയുന്നത്, എൻവയറമെന്റൽ ചലഞ്ചസ് അല്ലെങ്കിൽ എൻവയറമെന്റൽ പ്രോബ്ലംസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ എൻവയറമെന്റൽ പ്രോബ്ലംസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അഥവാ സൊസൈറ്റിയുടെ ഓരോ ഇൻഫ്ലുവൻസിലൂടെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഓരോ ഡെവലപ്മെന്റിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള എൻവയറമെന്റൽ ചലഞ്ചസിനെയോ അല്ലെങ്കിൽ പ്രോബ്ലംസിനെയാണ് നമ്മൾ എൻവയറമെന്റൽ പ്രെഡിക്കമെന്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് സസ്റ്റൈനബിലിറ്റി, ഇത് ആക്ച്വലി എന്താണ്, ഈ എൻവയറമെന്റൽ പ്രെഡിക്കമെന്റ്സ് നമ്മുടെ സൊസൈറ്റിയുടെ സസ്റ്റൈനബിലിറ്റിയെ തന്നെ ബാധിക്കും, അല്ല നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അപ്പൊ അത്തരത്തിൽ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള കുറച്ച് ത്രെട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെടുന്നത്. മെയിൻ ആയിട്ട് 5 നമുക്ക് ഇതിനകത്തുള്ളത്. ഒന്ന് ഗ്ലോബൽ വാർമിങ്, ഓസോൺ ഡിപ്ലീഷൻ, 3 സ്മോഗ് ആൻഡ് എയർ പൊല്യൂഷൻ, ആസിഡ് റെയിന്, അതർ എക്കോസിസ്റ്റം ഡിസ്ട്രപ്ഷൻ. ഇതൊക്കെ ആക്ച്വലി നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്, എന്നാലും നമുക്ക് നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് ആണ്, അല്ലെ? ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളത് നമ്മൾ കൊച്ചു ക്ലാസ് തൊട്ടേ കേൾക്കുന്നത്. മെയിൻ ആയിട്ട് എന്തുകൊണ്ടായിരിക്കും ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നത്? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ആ ഒരു ഗ്യാസിന്റെ അളവ് കൂടുമ്പോഴേ, ഇൻക്രീസ് ചെയ്യുമ്പോൾ, റാപ്പിഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള ഒരു എഫക്റ്റിലേക്ക് കാരണമാകുന്നത്. ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് ആക്ച്വലി നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെ തന്നെ ഇൻക്രീസ് ചെയ്യാൻ കാരണമാവും. ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അത് എന്തിനു ബാധിക്കും? അത് നമ്മുടെ എർത്തിലുള്ള ഓരോ കണ്ടീഷനെയും അല്ലെങ്കിൽ നമ്മുടെ ക്ലൈമറ്റിക് കണ്ടീഷനെയും നമ്മുടെ ഇവിടെയുള്ള ഓരോ വെജിറ്റേഷനെയും കാര്യങ്ങളെ എല്ലാം തന്നെ ബാധിക്കും. അപ്പൊ ഇത്തരത്തിലുണ്ടാവുന്ന ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരു പേരാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയും, അല്ലെ? എന്തുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇതിനെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്? ഒന്ന്, കാർബൺ ഡൈ ഓക്സൈഡ് ഇതിന്റെ മെയിൻ ഒരു മൂലകമാണ്, ഇതിനൊരു കാരണമാണ്. രണ്ടാമത്, ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ നമ്മൾ അറിയപ്പെടുന്നതായിട്ടുള്ള മീഥേന്, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഇത്തരത്തിലുള്ള കാർബണുകൾ, ഓസോണുകൾ, ഇതൊക്കെ എന്തിന് കാരണമായി മാറുന്നു? ഈ ഒരു ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിന് കാരണമായിട്ടും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം ഈ CFC, അതായത് ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ കൊച്ചു ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ള, അതായത് നമ്മുടെ വണ്ടികളിൽ നിന്ന് പുറത്തോട്ട് പോകുന്നതായിട്ടുള്ള ഗ്യാസ്, അല്ലെ? ആ ഒരു പുകയിൽ അടങ്ങിയിരിക്കുന്ന ഗ്യാസിൽ ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണർ, ഇതിൽ നിന്നുള്ളതൊക്കെ എമിറ്റ് ചെയ്യപ്പെടുന്ന ഗ്യാസിൽ നിന്നൊക്കെ എന്താണ്, ഈ ഒരു ക്ലോറോ ഫ്ലൂറോ കാർബണിന്റെ അളവ് നമുക്ക് കാണും. ഇതൊക്കെയാണ് ആക്ച്വലി എന്തിന് കാരണമാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ കൂട്ടുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ശ്വസിക്കാൻ തന്നെ പാടുപെടും, അല്ലെ? ഇപ്പൊ നമുക്ക് ഡൽഹിയിലെ കാര്യങ്ങളൊക്കെ അറിയാം. അതായത് പ്യൂറായിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റിയതായിട്ടുള്ള ഒരു ഓക്സിജന്റെ അളവൊക്കെ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ മെയിൻ ആയിട്ടുള്ള കാരണം എന്താ? പൊല്യൂഷൻ വർദ്ധിക്കുന്നു, അല്ലെ? പൊല്യൂഷൻ കൂടുന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്.
അപ്പൊ അതൊക്കെ ഈ ഒരു ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി പറയാം. അതുപോലെ തന്നെ ഇത് മൂലം എന്താണ് മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യം, ടെമ്പറേച്ചർ എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയറിൽ ഇൻക്രീസ് ചെയ്യുക. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ കാരണത്തിന് എന്തൊക്കെ കോൺസിക്വൻസ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്? ഹോട്ട് സമ്മർ, അതായത് നമ്മുടെ ക്ലൈമറ്റിനെ തന്നെ ബാധിക്കും. രണ്ട്, ഡ്രഫ്റ്റ്, വരൾച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നു. മെൽറ്റിംഗ് ഗ്ലേഷ്യേഴ്സ്, അതായത് ഇപ്പൊ മഞ്ഞുമലകളും അല്ലെങ്കിൽ ഇത്തര തണുപ്പുള്ള ആയിട്ടുള്ള ഏരിയകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള മഞ്ഞും കാര്യങ്ങളും അല്ലെങ്കിൽ മലകളും ഒക്കെ ഉരുകാനുള്ള കാരണമാവും. പിന്നെ അതുപോലെ തന്നെ സീ ലെവൽ, നമ്മുടെ ക്ലൈമറ്റിലുള്ള ചേഞ്ച് അനുസരിച്ച് സീ ലെവൽ ഇൻക്രീസ് ചെയ്യുമെന്നും ഡിക്രീസ് ചെയ്യുമെന്നും ഒക്കെ അറിയാലോ, അതിലും ചേഞ്ച് വരും. അപ്പം ഇങ്ങനെ സമ്മർ അഥവാ ചൂടെന്ന് പറയുന്നത് കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? സീ ലെവൽ ഇൻക്രീസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ചേഞ്ച് ഇൻ റെയിൻഫോൾ പാറ്റേൺ, അതായത് നമ്മുടെ വേനൽക്കാലത്തെ ഒരെണ്ണത്തെ ബാധിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അടുത്ത ഉള്ള ക്ലൈമറ്റ് കണ്ടീഷൻ അല്ലെ അടുത്ത ഒരു സീസണെ ഇത് ബാധിക്കും. റെയിൻഫോള് ഇല്ലാതാവും, അതായത് ചിലപ്പോൾ കുറയും. ചൂട് കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ കരയിലുള്ള വെള്ളം മൊത്തം വലിച്ചു കൊണ്ടുപോകല്ലേ, അപ്പൊ നമ്മൾക്ക് വരൾച്ച കിട്ടും, റെയിൻഫോൾ ഇല്ലാതെയാവും. അങ്ങനെയുള്ള വെതർ കണ്ടീഷനിലുള്ള ചേഞ്ചുകളൊക്കെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇതാണ് ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി പറയാനുള്ളത്. മെയിൻ ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ കൂടുന്നതുകൊണ്ടാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടായിട്ടുള്ള ഒരു കോസ്. അതെങ്ങനെയാണ് കൂടുന്നത്? എമിഷൻ, അതായത് ക്ലോറോ ഫ്ലൂറോ കാർബണിന്റെ ഒക്കെ എമിഷൻ, വെഹിക്കിൾസിന്റെയും അതുപോലെ തന്നെ റെഫ്രിജറേറ്റർ, എയർ കൂളർ, അത്തരത്തിലുള്ള കാര്യങ്ങൾ, കണ്ടീഷണറുടെ ഒക്കെ ഇതിൽ നിന്നുള്ള എമിഷനിലൂടെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇങ്ങനെ വരുമ്പോഴത്തേന് എന്തായിരിക്കും? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ഇത്തരത്തിലുള്ള അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന വഴി എന്ത് സംഭവിക്കും? ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാകാൻ കാരണമാകും. ഇനി അടുത്തതാണ്, ഇതുപോലെ തന്നെ ഇതിന്റെ ബാക്കി ഇതുണ്ട്, അതായത് ഇൻക്രീസിങ് ഫോറസ്റ്റ് ഫയർ. ചൂട് കൂടുമ്പോൾ അറിയാം അല്ലെ, കാട്ട് തീകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ ചൂട് മൂലം അതിനായിട്ട് ബന്ധപ്പെട്ട് കുറെ അസുഖങ്ങളും ഒക്കെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഓസോൺ ഡിപ്ലീഷൻ എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം, ത്രെട്ട് എന്ന് പറയുന്നത്. ഓസോൺ ഡിപ്ലീഷൻ നമുക്കറിയാം. ഓസോൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? നമ്മുടെ ഭൂമിയെ അല്ലെങ്കിൽ നമ്മുടെ എർത്തിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ലെയർ ആണ്, ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്, ഒരു അംബ്രല ലൈക്ക് പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് എന്ത്? ഓസോൺ എന്ന് പറയുന്നത് അല്ലെ. ഈ ഓസോൺ ആക്ച്വലി എന്താണ് ചെയ്യുന്നത്? നമ്മുടെ എർത്തിനെ അൾട്രാ വയലറ്റ് റേ, അതായത് അൾട്രാ വയലറ്റ് റേ തന്നെ പലതരത്തിലുണ്ട്. ഹാംഫുൾ ആയിട്ടതും ഉണ്ട്, അല്ലാതെ നമുക്ക് അത്യാവശ്യമുള്ളതായിട്ടുള്ളത്, അതായത് ഹാംഫുൾ അല്ലാത്തതും. ഹാംഫുൾ അല്ലാത്തതിനെ കടത്തി വിടുന്നു, ഹാംഫുൾ ആയിട്ടുള്ളതിനെ ഇത് കടത്തി വിടുന്ന ഇത് ഫിൽട്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പം അങ്ങനത്തെ ഒരു ലെയർ ആണ് ആക്ച്വലി ഈ ഒരു ഓസോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ലെയറിനെ നശിപ്പിക്കുക, ഡിസ്ട്രോയ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് ഓസോൺ ഡിപ്ലീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഓസോൺ ഡിപ്ലീഷൻ എങ്ങനെയാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്? അത് ഇതേപോലെ തന്നെ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്ന ഈ ഒരു കാർബൺ അല്ലെങ്കിൽ ഈ ഒരു മൂലകം മെയിൻ ആയിട്ട് ചെല്ലുന്നതിലൂടെയാണ്. അതായത് ഈ ഓസോൺ, നമ്മുടെ എർത്തിന്റെ ഓസോൺ എന്ന് പറയുന്ന ഈ ഒരു ലെയറിലേക്ക് ചെല്ലുകയും ആ ഒരു ലെയറിനെ നശിപ്പിക്കുകയും ചെയ്യുക. അതിൽ ചെറിയ ചെറിയ ഹോൾസ് വരുത്തുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഹോൾസ് വരുത്തുന്നതിലൂടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആ ഓരോ ഹോൾസിലൂടെ ഈ അൾട്രാ വയലറ്റ് റേകളൊക്കെ അഥവാ യു വി റേസ്, ഹാംഫുൾ ആയിട്ടുള്ള യു വി റേസ് നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് കടക്കുന്ന വഴി നമുക്കിപ്പം സൂര്യാഘാതം എന്നൊക്കെ പറയത്തില്ല, അത്തരത്തിലുള്ള ഇത്, അല്ലെങ്കിൽ ഇങ്ങനെ വെയിൽ കൊള്ളുന്നതിലൂടെ നമ്മുടെ സ്കിൻ ഡിസീസുകളൊക്കെ ഉണ്ടാവുക, അത്തരത്തിലുള്ള പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ മെയിൻ ആയിട്ട് ഉണ്ടാവും. ഇത് മെയിൻ ആയിട്ട് എന്താണ്? ഇപ്പം മറ്റേ നമ്മുടെ എയറോപ്ലെയിൻസിന്റെ അത്തരത്തിൽ നിന്നുള്ള എമിറ്റ് ചെയ്യപ്പെടുന്ന ഗ്യാസിൽ നിന്നും ഒക്കെ തന്നെ ഈ ഒരു ക്ലോറോ ഫ്ലൂറോ കാർബൺ ജനറേറ്റ് ചെയ്യാം. അതുകൊണ്ടും എന്താണ് ഉണ്ടാകുന്നത്? എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഈ ഒരു കാർബണിന്റെ അല്ലെങ്കിൽ ഈ ഒരു മോളിക്യൂളിന്റെ അളവ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഇത്തരത്തില് ഓസോൺ ലെയർ മാസീവായിട്ട് ഡിസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തിലേക്ക് കാരണമാവും? നമ്മളുടെ എർത്തിലേക്ക് ഇത്തരത്തിലുള്ള മാസീവായിട്ട് അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാ വയലറ്റ് റേസിനെ കടത്തിവിടാൻ കാരണവും. ഇതിലൂടെ എന്താണ് ആക്ച്വലി ഈ ഒരു എർത്തിലുള്ള കുറെ സ്പീഷീസിനെ അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിനെ തന്നെ നശിപ്പിക്കാനായിട്ട് ബാധകമാവും. ഓക്കെ. ഈ മാസി ഡിപ്ലഷൻ എന്ന് പറയുന്നത് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് 1985-ലാണ്. അതും സൗത്ത് പോളിലാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. ഈ അവിടെയാണ് ഇത് മെയിൻ ആയിട്ട് ഈ ഒരു ഓസോൺ ഹോള് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അത് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തതായിട്ട് അല്ലെങ്കിൽ ഓസോൺ ഹോൾ എന്ന് പറയുന്ന ഒരു ദ്വാരം ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് എവിടെയാണ്? സൗത്ത് പോളിലാണ്. അത് 1985-ലാണ്. ഇനി നമുക്ക് നേരെ അടുത്ത ഒരു ത്രെട്ടിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ത്രെട്ട് എന്ന് പറയുന്നത് സ്മോഗ് എന്നുള്ളതാണ്. സ്മോഗ് എന്നുള്ളത് നമുക്ക് മെയിൻ ആയിട്ട് നോക്കുമ്പോൾ അറിയാം, രണ്ട് തരത്തിലുണ്ട് സ്മോഗ്. സ്മോഗ് എന്ന് പറയുമ്പോൾ എന്താണ്? പുക പോലത്തെ ഇതാണ് അല്ലെ.
അപ്പം മെയിൻ ആയിട്ട് നമുക്ക് ഈ സ്മോഗ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത്, രണ്ട് ടൈപ്പിലുണ്ട്. അത് ഒന്നെന്ന് പറയുന്നത് ഫോട്ടോ കെമിക്കൽ സ്മോഗ് അഥവാ ബ്രൗൺ സ്മോഗ് എന്ന് പറയും. അത് നമ്മൾ കോമൺ ആയിട്ട് ഇത് രണ്ടും നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് തന്നെയാണ്. ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു യഥാർത്ഥ പേരാണ്. ബ്രൗൺ സ്മോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് അറിയാമല്ലേ, നമ്മൾ കേട്ടിട്ടുള്ള ബ്രൗൺ സ്മോഗ് നമ്മൾ കാണുന്നതല്ലേ സാധാരണഗതിയിൽ നമ്മുടെ സിറ്റീസിലും കാര്യങ്ങളിലും ഒക്കെ തന്നെ നമ്മൾ കാണുന്ന, നമ്മുടെ ഒരു ഏരിയകളിലൊക്കെ തന്നെ നമ്മൾ താമസിക്കുന്ന ഏരിയയിലായാലും അല്ലെങ്കിൽ ഇച്ചിരി ടൗൺ ഏരിയകളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഈ ബ്രൗൺ സ്മോഗ് എന്ന് പറയുന്നത് കാര്യം പൊടിപടലം. അതായത് മെയിൻ ആയിട്ട് നമ്മുടെ ഗ്രൗണ്ട് ലെവലിലുള്ളതായിട്ടുള്ള സ്മോൾ പാർട്ടിക്കിൾസ്, അതായത് സോയിലിന്റെ ആവാം, അല്ലെങ്കിൽ ഇനിയിപ്പം ബാക്കി പൊടിയും കാര്യങ്ങളും ഒക്കെ തന്നെ അത് പറക്കുന്ന ആ ഒരു എന്താ പറയാ ആ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ ബ്രൗൺ സ്മോഗ് എന്ന് പറയുന്നത്, അല്ലെ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ബ്രൗൺ സ്മോഗ് എന്ന് നമ്മൾ പറയുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കമ്പോണന്റ്, കീ കമ്പോണന്റ് എന്ന് പറയുന്നത് ഓസോൺ തന്നെയായിരിക്കും. അതായത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഓസോൺ ഡിപ്ലീഷനകത്ത് നമ്മൾ പറഞ്ഞു ഓസോൺ എന്ന് പറയുന്നത് എവിടെയാണ്, എർത്തിന്റെ അപ്പർ മോസ്റ്റ് ആയിട്ടുള്ള ലെയറിൽ ഉള്ള ഓസോൺ എന്ന് പറയുന്ന ആ ഒരു ലെയറിനെയാണ് അത് നശിപ്പിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ ഓസോണിന്റെ ഇതുണ്ട്, അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്നാണല്ലോ ഈ ഓസോൺ പോലെയുള്ള ഈ ഒരു കെമിക്കൽ മേളിലോട്ട് ചെല്ലുന്നത്. അപ്പൊ ഈ ഗ്രൗണ്ട് ലെവലിലുള്ളതായിട്ടുള്ള ഓസോണ് എന്ത് ചെയ്യും, നമ്മുടെ നേച്ചറിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സിലുള്ള ചെറിയ ചെറിയ പാർട്ടിക്കിൾസുമായിട്ട് ചേർന്ന് എന്താണ് എയറിനെ പൊല്യൂട്ടഡ് ആക്കി മാറ്റും. അങ്ങനെ എയറിനെ പൊല്യൂട്ടഡ് ആക്കി മാറ്റുന്നത് എന്തൊക്കെ ആയിട്ട്, അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് ഫോസിൽ ഫ്യൂവൽ കമ്പഷൻ, അല്ലെങ്കിൽ ഇപ്പം കാറിന്റെയോ ഫാക്ടറിയുടെയോ അതിൽ നിന്നൊക്കെ പുറത്തോട്ട് പോകുന്നതായിട്ടുള്ള പുക. ഇപ്പൊ നമുക്ക് അറിയാം, നമ്മൾ ഫിലിംസിലാണല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഏരിയകളിലാണെങ്കിലും നമ്മൾ കാണുന്നതായിരിക്കും വലിയ ഫാക്ടറിയും അല്ലെങ്കിൽ പ്ലാന്റുകളും ഒക്കെ ഉള്ളിടത്ത് നിന്ന് മേളിൽ നിന്ന് ഒരു പുക പോകുന്നതൊക്കെ ആയിട്ട് കാണാം അല്ലെ, ആ പ്ലാന്റിൽ നിന്ന്. അപ്പൊ അത്തരത്തിലുള്ള പുക, ആ അത്തരത്തിലുള്ള പുകയൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ഗ്രൗണ്ട് ലെവലിലുള്ളതായിട്ടുള്ള ഓസോൺ എന്ന് പറയുന്ന ഈ ഒരു കെമിക്കലുമായിട്ട് അല്ലെങ്കിൽ ഈ ഓസോൺ എന്ന് പറയുന്ന മോളിക്യൂളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ആക്ച്വലി എന്തുണ്ടാവുന്നത്, ഈ ബ്രൗൺ സ്മോഗ് അഥവാ ഈ ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത് എന്ത് പ്രസന്റ് ആവുന്നത്, അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഈ ഒരു സ്മോഗിലൂടെ എന്താണ് നമ്മളെ ഇവിടെ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് തന്നെ എന്താണ് അതൊരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മെയിൻ ആയിട്ട് എന്താണ് അതിലൂടെ സംഭവിക്കുന്നത്, അതിന്റെ ഒരു പ്രോബ്ലം എന്തായിരിക്കും, ഇത് ചെറിയൊരു എന്താണ് എയറിലൂടെ വരുന്ന ഒരു കാര്യമല്ലേ, അത് നമുക്ക് മെയിൻ ആയിട്ട് ബാധിക്കുന്ന ഭാഗം ഏതായിരിക്കും, നമ്മൾ എയർ കൂടുതലായിട്ട് ഇൻടേക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഹ്യൂമൻസിന്റെ കേസിൽ തന്നെ ആയിട്ട് നോക്കിയോ, നമ്മൾ കൂടുതലായിട്ട് എയർ ഇൻടേക്ക് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, നമ്മുടെ ലങ്സ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. സോ ഇത് എയറിലൂടെ വരുന്നതായിട്ടുള്ള, അതായത് വായുവിലൂടെ വരുന്നതായിട്ടുള്ള ഒരു പ്രശ്നം ആയതുകൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ടും ആനിമൽസിലാണേലും ഹ്യൂമൻസിലാണേലും ലങ്സിനെ ആയിരിക്കും, അഥവാ നമ്മുടെ ലങ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിനെ ആയിരിക്കും ഇത് അഫക്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതലായിട്ട്. അപ്പം ഈ ഒരു സ്മോഗ് മെയിൻ ആയിട്ട് നമ്മുടെ ഇൻഹേലേഷനെയും അതുപോലെ തന്നെ ലങ് ടിഷ്യൂസിനെയും പിന്നെ അതുപോലെ തന്നെ പ്ലാന്റ്സിലാണെങ്കിൽ ലീഫ് ടിഷ്യൂസിനെയും ഒക്കെ തന്നെ ബാധിക്കുന്നു. ഇത് എന്താണ് ചെയ്യുന്നത്, ഇത് ആക്ച്വലി നമ്മുടെ ഒരു ലങ്സിന്റെ കപ്പാസിറ്റിയെ തന്നെ ഹ്യൂമൻസിൽ അല്ലെ ആനിമൽസിലാണ് ലങ് കപ്പാസിറ്റിയെ ഡിസ്ട്രോയ് ചെയ്യുന്നു, അതായത് ഡിക്രീസ് ചെയ്യിക്കുന്നു ഡിക്രീസ് ചെയ്യിക്കുന്നു. അതിലൂടെ തന്നെ ലങ്സിന്റെ ഒക്കെ ഫങ്ഷനിങ്ങിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. ഇനി പ്ലാന്റ്സിന്റെ കേസ് നോക്കുവാണെങ്കിൽ ഇത് ആക്ച്വലി എന്താണ്, ക്രോപ്പിന്റെ ഒരു ഈൽഡിനെ തന്നെയോ അല്ലെങ്കിൽ ആ ഒരു ക്രോപ്പിനെ തന്നെയോ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി കാരണമായി മാറുന്നു. മനസ്സിലായല്ലോ. അതായത് ആദ്യത്തെ ടൈപ്പ് സ്മോഗ് എന്ന് പറയുന്നത് ഫോട്ടോ കെമിക്കൽ സ്മോഗ് ആണ്, അഥവാ ബ്രൗൺ സ്മോഗ് എന്ന് നമ്മൾ പറയും. അതിന്റെ കീ കമ്പോണന്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവൽ ഓസോൺസ് ആണ് അതിന്റെ കീ കമ്പോണന്റ്. ഈ ഓസോണുകൾ നമ്മുടെ ഇതിലെ സ്മോൾ പാർട്ടിക്കിൾസ്, ചുറ്റുമുള്ള സറൗണ്ടിങ്സിലെ സ്മോൾ പൊല്യൂട്ടഡ് പാർട്ടിക്കിൾസുമായിട്ട് ചേർന്ന് എന്തായി മാറും, ഒരു പൊല്യൂട്ടഡ് എയർ അല്ലെങ്കിൽ ഒരു സ്മോഗ് ആയിട്ട് മാറും. ഈ സ്മോഗ് ആക്ച്വലി എന്താണ്, നമ്മുടെ ആനിമൽസിനായാലും പ്ലാന്റ്സിനായാലും ഹാംഫുൾ ആണ്. ആനിമൽസിൽ അല്ലെങ്കിൽ ഹ്യൂമൻസിൽ ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ ലങ്സിനെ ബാധിക്കും, ലങ്സ് ഡിസീസസിന് കാരണമാവും. ഇപ്പം പ്ലാന്റ്സിലാവുകയാണെങ്കിൽ അത് ക്രോപ്പ് ഈൽഡിനെ തന്നെ റെഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ പ്ലാന്റ്സിന്റെ ഡിസ്ട്രക്ഷനും കാരണമാവും. ഓക്കെ. രണ്ടാമത്തെ ടൈപ്പ് ആണ് വൈറ്റ് സ്മോഗ് എന്ന് പറയുന്നത്. വൈറ്റ് സ്മോഗ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം വെള്ളപ്പുക. ഇപ്പൊ മറ്റേതെന്ന് പറയുന്നത് ബ്രൗൺ സ്മോഗ് ആണ്. വൈറ്റ് സ്മോഗ് എന്ന് പറയുമ്പോൾ വെള്ള തരത്തിലുള്ള പുക. ഈ വെള്ളപ്പുക എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ടല്ലേ, കറുത്ത പുകയാണെന്നുണ്ടെങ്കിൽ അത് പൊല്യൂട്ടഡ് ആണെന്നും വൈറ്റ് എന്ന് പറയുന്നത് കുഴപ്പമില്ലെന്നും പറയാറുണ്ട്. പക്ഷെ വൈറ്റ് സ്മോഗ് എന്ന് പറയുന്നത് ആക്ച്വലി കുഴപ്പമില്ലാത്തതാണോ അല്ല വൈറ്റ് സ്മോഗും അല്ല. സ്മോഗ് എന്ന് പറയുമ്പോഴത്തേക്കിനും പുകയെന്ന് പറയുമ്പോൾ തന്നെ അത് ആക്ച്വലി നാച്ചുറൽ ആയിട്ടുണ്ടാകുന്ന ഒരു കാര്യമല്ല നമ്മുടെ ഇതിൽ.
മഞ്ഞെന്നുള്ളത് വേറെ. ആ സമയം ഈ ഒരു പുകയെന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്നതാണ്. അല്ല, അത് ഹ്യൂമൻസിന്റെ ഓരോ പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഒരു ആക്ഷനിലൂടെ അതിനൊരു എന്താ അതിന്റെ റിസൾട്ട് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്മോഗ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പം ഈ വൈറ്റ് സ്മോഗ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഈ ബ്രൗൺ സ്മോഗിന്റെ അത്ര ഇല്ലെങ്കിൽ കൂടിയും വൈറ്റ് സ്മോഗ് എന്ന് പറയുന്നതും ആക്ച്വലി എന്താണ്? നമുക്കൊരു ഹാംഫുൾ അല്ലെങ്കിൽ ത്രെട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ആക്ച്വലി എന്താണ്? കാർസിന്റെയും ട്രക്സിന്റെയും ഫ്യൂവൽ കമ്പഷനിലൂടെയും ഒക്കെയാണ് അതിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന ഗ്യാസിൽ നിന്നൊക്കെ തന്നെയാണ് ഈ ഒരു വൈറ്റ് സ്മോഗിന്റെയും മൈക്രോ പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നത്. മറ്റേ ബ്രൗൺ സ്മോഗിലേക്ക് നമ്മൾ വെച്ച് നോക്കുമ്പോൾ ബ്രൗൺ സ്മോഗിന്റെ അകത്ത് അടങ്ങിയിട്ടുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ലാർജ് പാർട്ടിക്കിൾസ് ആയിരുന്നു വെൻ കമ്പയർ ടു ഏത് വൈറ്റ് സ്മോഗ്. പക്ഷെ വൈറ്റ് സ്മോഗ് എന്ന് പറയുന്നത് വെൻ കമ്പയർ ടു ബ്രൗൺ സ്മോഗ് അതിന്റെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അതിൽ അടങ്ങിയിട്ടുള്ളതായിട്ടുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മൈക്രോ പാർട്ടിക്കിൾസ് ആണ്. അതായത് ചെറിയ തീരെ തരി പോലത്തെ പാർട്ടിക്കിൾസ് ആയിരിക്കും ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളതായിരിക്കും. അപ്പൊ ഇതും മെയിൻ ആയിട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള മറ്റ് ചില സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ സൾഫേറ്റ്, നൈട്രേറ്റ് അമോണിയം കോമ്പൗണ്ട്, പിന്നെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്, അത്തരത്തിലുള്ള സെക്കൻഡറി പാർട്ടിക്കുലേറ്റ്സും അല്ലെങ്കിൽ പാർട്ടിക്കിൾസും ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. അപ്പം ഇതും ആക്ച്വലി എന്തിനെയാണ് ബാധിക്കുന്നത്? ഇതൊരു സ്മോഗാന്ന് പറഞ്ഞു, എയറിലൂടെ വരുന്നതാന്ന് പറഞ്ഞു. ഇതും ആക്ച്വലി ലങ്സിന്റെ കപ്പാസിറ്റിയെ ബാധിക്കുന്നുണ്ട്. അതുപോലെ ആസ്മ, അത്തരത്തിലുള്ള ഹാർട്ട് അറ്റാക്ക് റേറ്റുകൾ ഇതൊക്കെ തന്നെ ഇൻക്രീസ് ചെയ്യാനൊക്കെ തന്നെ കാരണമാവും ഇത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം പ്രീ മച്വർ ഡെത്തുകൾ എന്നൊക്കെ പറയാം, അല്ലെ? തീരെ ചെറുപ്രായത്തിൽ തന്നെ ഉള്ള മരണങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളിലും ഇത് ബാധകമാണ്. സോ അപ്പൊ നമ്മുടെ സ്മോഗ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് ബ്രൗൺ സ്മോഗ് അഥവാ എന്താണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ്, രണ്ടെന്ന് പറയുന്നത് വൈറ്റ് സ്മോഗ്. ക്ലിയർ ആണല്ലോ? ഇനിയിപ്പോ നമുക്ക് നേരെ അടുത്ത ഇതിലേക്ക് പോകാം. അടുത്ത ത്രെട്ട് എന്ന് പറയുന്നത് ആസിഡ് റെയിൻ. ആസിഡ് റെയിൻ നമ്മൾ ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന ഒരു ടേമാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി എന്താണ്? സൾഫർ ഡയോക്സൈഡും അതുപോലെ തന്നെ NO2 എർത്തില് എമിറ്റ് ചെയ്യപ്പെടുന്ന ഈ രണ്ട് ഗ്യാസുകൾ അറ്റ്മോസ്ഫിയറിലെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി എന്തുണ്ടാവുന്നത്? ആസിഡ് റെയിൻ എന്ന് പറയുന്നുണ്ടായത്. അതായത് റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മഴ, വെള്ളമാണ്, അല്ലെ? H2O. ഈ H2O ആയിട്ട് ഈ സൾഫർ ഡയോക്സൈഡും അതുപോലെ തന്നെ NO2 കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് ആക്ച്വലി ഈ ഒരു ആസിഡ് റെയിൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് ഉണ്ടാകുന്നത്. ഈ ആസിഡ് റെയിൻ എന്ന് പറയുമ്പോൾ ആസിഡ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിൽ വീണാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരം പൊള്ളും, അല്ലെ? അവിടെ നശിക്കും, അല്ലെ? ആസിഡ് വീഴുന്ന ഭാഗം എന്ന് പറയുന്നത് എന്താണ്? നശിച്ചു പോവാറാണ് പതിവ്, അല്ലെ? അവിടെ കരിഞ്ഞു പോകും. എന്ന് പറഞ്ഞ ഈ ഒരു സെയിം അവസ്ഥ തന്നെയാണ് ഈ ആസിഡ് റെയിൻ. അതായത് ആസിഡ് റെയിൻ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി എന്ത് സംഭവിക്കും? പ്ലാന്റ്സിന്റെ ടിഷ്യൂസിനെ ഡിസ്ട്രോയ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം സോയിലുള്ളതായിട്ടുള്ള ന്യൂട്രിയൻസിനെ നശിപ്പിക്കും. അതുപോലെ ഈ ന്യൂട്രിയൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള മൈന്യൂട്ടുള്ളതായിട്ടുള്ള ഓർഗാനിസത്തെ നശിപ്പിക്കും. അതുപോലെ തന്നെ നേച്ചറിലുള്ളതായിട്ടുള്ള ഇപ്പൊ ട്രീസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന്റെയൊക്കെ ലീഫ്, അതിന്റെ ഓരോ പാർട്സ്, ഇതിന്റെ ഒക്കെ തന്നെ ഡിസ്ട്രക്ഷന് ഈ ഒരു ആസിഡ് റെയിന് കാരണമാകും. ബാധിക്കത്തില്ലേ? ബാധിക്കത്തില്ലേ? അതായത് എന്തുകൊണ്ടാണ് അത് ബാധിക്കുന്നത് നമ്മുടെ ക്രോപ്പിനെ? അതായത് അത് മെയിൻ ആയിട്ട് ബാധിക്കാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിഡിറ്റി കൂടിക്കഴിഞ്ഞാല് സോയിലിൽ നിന്ന് ഫ്രൂട്ട്സിന് എന്താണ് വേണ്ട ന്യൂട്രിയൻസ് സോയിലിൽ ന്യൂട്രിയൻസ് വലിച്ചെടുക്കാനുള്ള ആ ഒരു എബിലിറ്റിയെ തന്നെ നശിപ്പിക്കാൻ, അല്ലെ അതൊക്കെ തന്നെ നഷ്ടപ്പെടാൻ കാരണമാവും. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ നേരെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ഇതാണ് ആസിഡ് റെയിൻ എന്നുള്ളത്. ഇനിയിപ്പോ അടുത്തതെന്ന് പറഞ്ഞാൽ അതർ എക്കോസിസ്റ്റം ഡിസ്ട്രപ്ഷൻസ് ആണ്. അതായത് അഞ്ചാമത്തെ ഇതാണ് അതർ എക്കോസിസ്റ്റം ഡിസ്ട്രപ്ഷൻ. അതായത് ഈ ആസിഡ് റെയിന്, ഓസോൺ ഡിപ്ലീഷന്, അതുപോലെ തന്നെ സ്മോഗ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കൂടാതെ അതർ ആയിട്ട് വരുന്ന ഡിസ്ട്രപ്ഷൻസിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഒന്ന് സോയിൽ ഇറോഷൻ, രണ്ടാമത് വരുന്നതാണ് സലൈനൈസേഷൻ ആൻഡ് വാട്ടർ ലോഗിങ്, മൂന്നാമത് വരുന്നത് വാട്ടർ ഷോർട്ടേജ്, നാലാമത് വരുന്നത് വാട്ടർ പൊല്യൂഷൻ, അഞ്ചാമത് ലോസ് ഓഫ് സ്പീഷീസ് ഓർ ബയോഡൈവേഴ്സിറ്റി ലോസ്, ആറാമത് ഡീഫോറസ്റ്റേഷൻ. ഇത്രയും കാര്യങ്ങളാണ് എന്തിനകത്ത് വരുന്നത്? അതർ ഇക്കോസിസ്റ്റം ഡിസ്ട്രപ്ഷനകത്ത് വരുന്നത്. അതായത് ഈ ഓസൺ ഡിപ്ലീഷൻ, ആസിഡ് റെയിന്, സ്മോഗ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഗ്ലോബൽ വാർമിങ്, ഇത്തരത്തിലുള്ള ഇതൊന്നും കൂടാതെ അതറിനകത്ത് വരുന്നതാണ് സോയിൽ ഇറോഷൻ. ഒന്നാമത്തെയാണ് സോയിൽ ഇറോഷൻ. സോയിൽ ഇറോഷൻ എന്താണെന്ന് അറിയാം, അല്ലെ? അതായത് പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് സർഫസ് ലെയർ ഓഫ് ന്യൂട്രിയൻ റിച്ച് സോയിൽ ത്രൂ ദ ആക്ഷൻ ഓഫ് വിൻഡ് ഓർ വാട്ടർ. അതായത് നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ് ആയിട്ടുള്ള വിൻഡോ വാട്ടറിന്റെയോ
കാരണത്താൽ അല്ലെ അത് മൂലം എന്താണ് ഒരു സർഫസ് ലെയറിന്റെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു സർഫസ് ലെയർ സോയില് റിമൂവ് ചെയ്യപ്പെടുക അല്ലെ അത് നഷ്ടപ്പെടുക, അതിനെ മാറ്റപ്പെടുത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സോയിൽ ഇറോഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ലാൻഡ് സ്ലൈഡിങ് പോലത്തെ ഇതിനകത്തും സോയിൽ ഇറോഷൻ എന്ന് പറയാം അല്ലെ. അതായത് ഇപ്പൊ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ഇമേജ് നോക്കുമ്പോൾ തന്നെ കാണാം അല്ലെ, ആ ഒരു പ്ലാന്റ് നിൽക്കുന്നതായിട്ടുള്ള ആ ഒരു ഭാഗം, അതിന്റെ ആ ചുറ്റുമുള്ള അതിന്റെ വേര് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതായിട്ടുള്ള ആ ചുറ്റുമുള്ളതായിട്ടുള്ള ആ ഒരു സ്ഥലത്തെ മണ്ണിനെ ഒക്കെ തന്നെ മാറ്റിക്കളയാം. അപ്പൊ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാനുള്ള കിട്ടത്തില്ല, സോയിലിൽ നല്ല ന്യൂട്രിയൻസ് കിട്ടുന്നത്. അപ്പൊ ആ സോയിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ പ്ലാന്റ്സിന് വേണ്ടത്ര ന്യൂട്രിയൻസും അതിന് വേണ്ടതായിട്ടുള്ള വാട്ടർ ഒന്നും തന്നെ കിട്ടാതായി വരും. അക്കോർഡിംഗ് ടു എസ്റ്റിമേറ്റ് ഓൾമോസ്റ്റ് 23% ഓഫ് ദ വേൾഡ്സ് ക്രോപ്പ് ലാൻഡ്, പാസ്റ്റർ ലാൻഡ്, ഫോറസ്റ്റ് ആൻഡ് വുഡ് ലാൻഡ്സ് ഹാവ് ബീൻ ഡീഗ്രേഡഡ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പ്രകാരം നമ്മൾ നോക്കുമ്പോഴത്തേന് ഏകദേശം 23% ലോകത്തെ തന്നെ ക്രോപ്പ് ലാൻഡുകളും അതുപോലെ തന്നെ പാസ്റ്റർ മേച്ചിൽ പുറങ്ങളും വുഡ് ലാൻഡുകളും ഫോറസ്റ്റ് ഏരിയകളും ഒക്കെ തന്നെ ഈ ഒരു സോയിൽ ഇറോഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിലൂടെ നശിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ട് എന്താണ്, ടോപ്പ് സോയിൽ ആണ് ഈ ഇറോഷനിലൂടെ മെയിൻ ആയിട്ട് പോകുന്നത്. ടോപ്പ് സോയിൽ പോയി കഴിഞ്ഞാൽ ആക്ച്വലി അത് എന്തിനെ ബാധിക്കും, ആ ഒരു പ്ലാന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ട്രീയുടെ തന്നെ എന്താ പറയുക അവിടെ എക്സിസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയെ തന്നെ നഷ്ടപ്പെടുത്തും. അതിന്റെ ആ ഒരു സ്ട്രെങ്തിനെയാണ് ആക്ച്വലി കൊണ്ടുവന്നത്. അത് അതിലൂടെ എന്ത് സംഭവിക്കും, അത് ആ ഒരു സോയിലിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു ഇതെന്ന് പറയുന്നത് സലൈനേഷൻ ആൻഡ് വാട്ടർ ലോഗിങ് എന്നുള്ളതാണ്. സലൈനേഷൻ ആൻഡ് വാട്ടർ ലോഗിങ്. സലൈനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എന്താണ്, എന്താ എന്താണ് സലൈനേഷൻ. എന്താണ് സലൈനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സലൈനേഷൻ എന്ന് പറയുന്ന ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, സലൈൻ എന്ന് പറയുമ്പോഴത്തേനും ഉപ്പ്, സോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെ. അതായത് സലൈനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോയിലുള്ളതായിട്ടുള്ള സോൾട്ട് അഥവാ സലൈൻ ഫീച്ചർ എന്ന് വെച്ചാൽ സലൈൻ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് സലൈനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ സോയിലിന്റെ അല്ലെങ്കിൽ സലൈൻ എന്താ പറയാ കണ്ടന്റിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ആക്ച്വലി അത് എന്തിനെ ബാധിക്കും, ഏതിന്റെ അളവ് ഒന്നിൽ കൂടുതൽ അതിന്റെ ആവശ്യത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് ആക്ച്വലി ആ ഒരു ഓർഗാനിസത്തെ അല്ലെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പല കാരണങ്ങളെയും ബാധിക്കും അല്ലെ. അപ്പം ഈ സലൈനേഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇറിഗേഷൻ ആണെന്നാണ് പറയുന്നത്. അതായത് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ കൃത്യമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ കൃഷി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് ഈ സലൈനേഷൻ എന്ന് പറയുന്ന ഈ ഒരു ത്രെട്ടിന് കാരണമാവും. അതിന് ഒന്നാമത്തെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇറിഗേഷൻ നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അവിടെ പ്രോപ്പർ ആയിട്ട് ഇറിഗേഷൻ നടക്കുന്നില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ സൺലൈറ്റിന്റെ അളവ്, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഹീറ്റ് ഒക്കെ കൂടുതലാ, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂടുതലാ. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഒക്കെ കൂടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അവിടുത്തെ ആ ഇറിഗേഷൻ അല്ലെങ്കിൽ ആ ഒരു ക്രോപ്പ് ലാൻഡിലെ എന്താ വെള്ളമെല്ലാം തന്നെ ഈ സൺലൈറ്റ് മൂലം അല്ലെങ്കിൽ ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത് മൂലം വേപ്പറൈസ്ഡ് ആയി മാറും. വേപ്പറൈസ്ഡ് ആയി പോയി കഴിയുമ്പോഴത്തേന് എന്ത് സംഭവിക്കും, ആ വെള്ളത്തിന്റെ അകത്ത് അല്ലെങ്കിൽ ആ വെള്ളത്തിന്റെ കണ്ടന്റിന്റെ കൂടെ ആയിട്ടുള്ള ആ സോൾട്ട് കണ്ടന്റുകളെല്ലാം തന്നെ എന്ത് ചെയ്യും, ആ വെള്ളത്തിന്റെ കൂടെ കിടന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ വെള്ളം വേപ്പറൈസ്ഡ് ആയി പോയി കഴിയുമ്പോൾ ആ സോൾട്ട് കണ്ടന്റ് എല്ലാം എന്ത് ചെയ്യും, ആ ഒരു ലാൻഡ് ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ഏരിയയിൽ എന്ത് ചെയ്യപ്പെടും, അവിടെ അങ്ങ് കുമിഞ്ഞു കൂടാൻ തുടങ്ങും. അങ്ങനെ കുമിഞ്ഞു കൂടാൻ തുടങ്ങി കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യും, ആ ഒരു സോൾട്ടിന്റെ അളവ് അല്ലെ അതിന്റെ ഒരു സലൈൻ കണ്ടന്റിന്റെ അളവിനെ തന്നെ അത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന വഴി എന്ത് സംഭവിക്കും, സലൈനേഷൻ സംഭവിക്കും. ഉപ്പുരസം കൂടുക എന്നൊക്കെ തന്നെ നമുക്ക് പറയാം, ഈ മണ്ണിന്റെ ഉപ്പുരസം കൂടിപ്പോവുക. ഉപ്പുരസം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഉപ്പുരസം കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. അത് എന്ത് ചെയ്യും, ആ ക്രോപ്പിന് വേണ്ടത്ര ന്യൂട്രിയൻസ് പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇൻടേക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നയിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് സലൈനേഷൻ എന്ന് പറയുന്നത്. സലൈനേഷൻ ആൻഡ് വാട്ടർ ലോഗിങ് രണ്ട് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ആദ്യത്തെയാണ് സലൈനേഷൻ. സോയിൽ സലൈനേഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇറിഗേഷൻ മൂലം ഇംപ്രോപ്പർ ആയിട്ടുള്ള ഇറിഗേഷൻ മൂലമാണ് സംഭവിക്കുന്നത്.
കൾട്ടിവേറ്റഡ് ലാൻഡിൽ മെയിനായിട്ട് സൺലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ക്ലൈമറ്റിക് കണ്ടീഷന്റെ ഭാഗമായിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ടർ കണ്ടന്റുകളെല്ലാം ഇവാപറേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇവാപറേറ്റ് ചെയ്ത് പോയി കഴിയുമ്പോൾ ആ വാട്ടർ കണ്ടന്റിലുള്ളതായിട്ടുള്ള സോൾട്ട് മാത്രം അവിടെ എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ ആ ഒരു ഗ്രൗണ്ടിൽ എക്സിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ആക്ച്വലി എന്താണ്, ആ ഒരു സോയിലിന്റെ സലൈനിറ്റിയെ തന്നെ അല്ലെങ്കിൽ ആ സോയിലിന്റെ സലൈൻ കണ്ടന്റിനെ തന്നെ ഇൻക്രീസ് ചെയ്യാൻ കാരണമാവും. ഇത് മുന്നോട്ടുള്ള അഗ്രികൾച്ചറിനെ അല്ലെങ്കിൽ ക്രോപ്പിനെ തന്നെ ബാധിക്കും. ഓക്കെ, ഇനി അടുത്താണ് വാട്ടർ ലോഗിങ് എന്ന് പറയുന്നത്. വാട്ടർ ലോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രെയിനേജ് പ്രോബ്ലം ആണ് മെയിൻ ആയിട്ട്. അതായത് നമുക്കറിയാല്ലേ, ഈ മേളില് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പടം എന്ന് പറയുന്നത് സലൈനേഷന്റെ പടമാണ്. ഇവിടെ എന്താണ് ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതാണ് വാട്ടർ ലോഗിങ്ങിനായിട്ട് ബന്ധപ്പെട്ട ഒരു പടം. വാട്ടർ ലോഗിങ് നമുക്ക് പറയുമ്പോൾ തരാം, വെള്ളം കെട്ടി നിൽക്കുന്നതിലൂടെ ഉള്ള പ്രശ്നമാണ് അല്ലേ. അതായത് ഇപ്പം വെള്ളപ്പൊക്കം, ഫ്ലഡിങ് എന്നുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആക്ച്വലി ഒരു ക്രോപ്പ് ഏരിയയിൽ, ക്രോപ്പ് ലാൻഡിൽ ഫ്ലഡ് എന്ന് പറയുന്ന ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പൊ വെള്ളത്തിൽ തന്നെ ആ ഒരു ഇത് കൂടുതലായിട്ട് കടന്നു കഴിഞ്ഞാൽ നമ്മള് കരയില് മണ്ണില് കൃഷി ചെയ്യുന്ന സാധനം ആ കൃഷി സ്ഥലത്ത് വെള്ളം കയറി കിടക്കുകയെന്ന് വെച്ചു. കുറെ നാൾ ആ വെള്ളം കിടന്നു കഴിയുമ്പോൾ എന്താ, വെള്ളത്തിൽ തന്നെ കിടന്നു കഴിയുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? ആ കൃഷി നശിച്ചു പോകും, വാടിപ്പോവും, ചീഞ്ഞു പോവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള. ഇപ്പൊ ഈ വാട്ടർ ലോഗിങ് എന്ന് പറഞ്ഞാൽ ഏകദേശം അതുപോലെ തന്നെയാണ്. പ്രോപ്പർ ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാതെ ഇരിക്കുന്ന പ്രശ്നത്താല് ഡ്രെയിനേജ് പ്രോബ്ലംസ് വരാനുള്ള കാരണവും, അതായത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള ആ ഒരു ക്രോപ്പ് ലാൻഡ് വെള്ളം കെട്ടിക്കിടക്കാനുള്ള കാരണമാവും. ഇത്തരത്തിലുള്ള കാരണത്തിലൂടെ എന്ത് കഴിയും? മെയിനായിട്ട് ആ ഒരു ഇറിഗേഷൻ തന്നെ, അല്ലെ ആ ഒരു ക്രോപ്പിനെ തന്നെ, അല്ലെ ആ ഒരു അഗ്രികൾച്ചറിനെ തന്നെ നശിക്കാണ്ട് കാരണമാവും. അങ്ങനെ നശിച്ചു കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യും? നമുക്ക് അതിൽ നിന്ന് ഒത്തിരി നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വരാനുള്ള കാരണം ഉണ്ടാവും. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതിൽ കൂടുതലൊരു ക്ലാരിറ്റിയുടെ കാര്യമുണ്ടോ? അതായത് മെയിനായിട്ട് വെള്ളം കെട്ടി നിന്ന് കഴിയുമ്പോഴത്തേന് ആ ഒരു ക്രോപ്പ് ഏരിയ അല്ലെങ്കിൽ ആ ഒരു ക്രോപ്പ് ലാൻഡിലെ അഗ്രികൾച്ചർ ഒക്കെ തന്നെ നശിച്ചു പോവുക. അതിന് പല പല രീതി വെള്ളം കെട്ടി നിൽക്കാം. എന്താണ്, മഴയും കൊണ്ട് വെള്ളം കെട്ടി നിൽക്കാം. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് റൺ ഓഫ് ചെയ്യുക, അതായത് ഒഴുകി പോകാനായിട്ടുള്ള ഇടയില്ലാതാകുമ്പോൾ നമുക്ക് അവിടെ കെട്ടിക്കിടക്കാം. പിന്നെ അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ, ഭൂമിക്ക് അടിയിൽ നിന്നുള്ള വെള്ളത്തിന്റെ അളവ് കൂടി വരുന്നതിലൂടെ വെള്ളം കെട്ടി നിൽക്കാം, വെള്ളത്തിന്റെ കണ്ടന്റ് കൂടാം, ഫ്ലഡിലൂടെ കൂടാം. പിന്നെ അതുപോലെ തന്നെ ഓവർ ഇറിഗേഷൻ, ഓവർ ആയിട്ടുള്ള ഇറിഗേഷൻ നടത്തി കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ഇത്ര ഇത് ചെയ്യണമെന്നുള്ളതുണ്ട് അല്ലെ, ഇത്ര ഒരു ഏരിയയിൽ ഇത്ര ക്രോപ്പ് ഇത്ര എണ്ണം വരെ നടാന്നുള്ളതുണ്ട്. അതിൽ ഓവർ ആയിട്ട് നട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വെള്ളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകാനുള്ള ഒരു സ്പേസിന്റെ ഒരു പ്രശ്നം വരും. അതിലൂടെ എന്താണ്, വാട്ടർ ലോഗിങ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ അടുത്ത ഇതിലേക്ക് പോവാം. അടുത്തെന്ന് പറഞ്ഞാൽ വാട്ടർ ഷോർട്ടേജ് ആണ് അല്ലേ. ആദ്യം നമ്മൾ പറഞ്ഞു ഇപ്പൊ വാട്ടറിന്റെ അളവ് കൂടിയാലും പ്രശ്നമാണ്, വാട്ടറിന്റെ അളവ് കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പം മെയിൻ ആയിട്ട് നമ്മൾ വാട്ടർ ഷോർട്ടേജ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അല്ലെ, വെള്ളം കുടിക്കാനില്ലാത്ത ഒരു അവസ്ഥയാണ് വാട്ടർ ഷോർട്ടേജ്. ഇനിയിപ്പോ നമ്മൾ മുന്നോട്ടുള്ള നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനൊക്കെ തന്നെ ഫേസ് ചെയ്യാൻ പോകുന്നതായിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വാട്ടർ ഷോർട്ടേജ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ അറിയാം, നമ്മളുടെ കൺട്രി, ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി അടക്കമുള്ള ഭൂരിഭാഗം കൺട്രീസിനും സഫീഷ്യന്റ് ആയിട്ടുള്ള വാട്ടർ റിസോഴ്സസ് അവരുടെ അഗ്രികൾച്ചറിനായിക്കോട്ടെ, ഇൻഡസ്ട്രിയൽ നീഡിനായിക്കോട്ടെ, എന്തിനധികം പറയുന്നു, ഡ്രിങ്കിങ് വാട്ടർ അവൈലബിലിറ്റി എന്ന് പറയുന്നത് പോലും തന്നെ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സെനാരിയോയിൽ വളരെയധികം കുറവാണ്. നമുക്ക് അതിന്റെ അവൈലബിലിറ്റി വളരെയധികം കുറവാണ്. ഈ ഫോളിംഗ് ഓഫ് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് എന്തിലേക്ക് കാരണമായിരിക്കും? ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസിന്റെ ഒരു ഡിപ്ലീഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസ്ട്രക്ഷന് തന്നെ കാരണമാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തില് വാട്ടർ ബോഡീസിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ഗ്രൗണ്ട് വാട്ടർ ലെവല് കുറയുന്നതിലൂടെ മെയിൻ ആയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ലാൻഡ് നശിച്ചു പോകും അല്ലേ. നമ്മുടെ ലാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, നന്നായിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ചെയ്യണം, അല്ലെ എന്തെങ്കിലും അവിടെ ഒരു പച്ചപ്പും കാര്യങ്ങളും ഒക്കെ വരണം. ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ എന്ത് വേണം? വെള്ളത്തിന്റെ അളവ് ഉണ്ടായിരിക്കണം അല്ലെ. ചെടി എന്ന് പറയുന്ന ഏതൊരു സാധനം വളരണമെങ്കിൽ അവിടെ ഒരു വെള്ളത്തിന്റെ അളവ് വേണം. വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു പോയാൽ അവിടെ വല്ലതും വളരുമോ? ഇല്ല. അതിലൂടെ എന്ത് ചെയ്യും? ആ ഒരു സോയിലിന്റെ അതിനകത്ത് അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള റിച്ച്നെസ്സും അതിനകത്ത് അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളും ഒക്കെ പോവും. അതിലൂടെ ആ ഒരു സോയിലും ആ ഒരു ലാൻഡും തന്നെ നശിച്ചു പോകാനുള്ള കാരണവും. ഇതാണ് വാട്ടർ ഷോർട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരെ അടുത്ത ത്രെട്ട് എന്താണെന്നുള്ളതിലേക്ക് പോവാണ്. അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാട്ടർ പൊല്യൂഷൻ ആണ്. അപ്പൊ നമ്മളിപ്പോ ഇതിന് മുമ്പ് പറഞ്ഞത് വാട്ടർ ഷോർട്ടേജ് ആണ് അല്ലെ. അതായത് നമുക്ക് വെള്ളത്തിന്റെ അളവ് അതായത് ലഭ്യത കുറഞ്ഞു വരുന്ന ഇതിനെയാണ് വാട്ടർ ഷോർട്ടേജ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത വാട്ടർ പൊല്യൂഷൻ എന്നുള്ളതാണ്. വാട്ടർ പൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ. മെയിൻ ആയിട്ട് എന്താണ്, നമ്മുടെ വാട്ടർ
നമ്മുടെ ചുറ്റുമുള്ളതായിട്ടുള്ള വാട്ടർ ബോഡീസ് നമുക്ക് യൂസ്ഫുൾ അല്ലാത്ത രീതിയിൽ, അല്ലെ അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിൽ, അതിന് മണ്ടയിൽ ഹാർംഫുൾ ആയിട്ടുള്ള ഓരോ സബ്സ്റ്റൻസിനെ, അല്ലെ അതിനെ ഡിസ്ട്രോയ് ചെയ്യപ്പെടുക, അതിനെയാണ് നമ്മൾ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിനെ നശിപ്പിക്കുന്നതിന്, ആ വാട്ടർ ബോഡീസിനെ നശിപ്പിക്കുന്നതിനാണ് വാട്ടർ പൊല്യൂഷനിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. അപ്പം എങ്ങനെയായിരിക്കും അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്? അത് ആക്ച്വലി എങ്ങനെയായിരിക്കും പൊല്യൂട്ടഡ് ആവുന്നത്? ഹ്യൂമൻസിന്റെ ഒരു ആക്ഷനിലൂടെയാണ് മെയിൻ ആയിട്ടും പൊല്യൂട്ടഡ് ആവുന്നത്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ചുറ്റുമുള്ളതായിട്ടുള്ള വാട്ടർ ബോഡീസ് ആയിട്ടുള്ള ലേക്സ്, സ്ട്രീംസ്, റിവേഴ്സ്, പോൺസ്, ഇതൊക്കെ തന്നെ മെയിൻ ആയിട്ട് എങ്ങനെയാണ് ഹ്യൂമൻസ് വേസ്റ്റ് ഡിപ്പോസിറ്റിങ്ങിലൂടെയും, അതുപോലെ തന്നെ ഇപ്പം ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ ഈ ഇതിലേക്കൊക്കെ കൊടുക്കുന്ന രീതികളൊക്കെ നമുക്ക് കാണാം അല്ലെ. അതായത് വേസ്റ്റ് വാട്ടറിന്റെ ഡ്രെയിനേജിങ്ങും, അതുപോലെ തന്നെ ഇപ്പൊ ഫാക്ടറീസിന്റെ ആണെങ്കിലും കെമിക്കൽസും കാര്യങ്ങളിലും ഒക്കെ ഡ്രെയിനേജും കാര്യങ്ങളും ഒക്കെ തന്നെ വാട്ടർ ബോഡീസിലേക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാം അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ആക്ഷനിലൂടെയാണ് മെയിൻ ആയിട്ട് വാട്ടർ പൊല്യൂട്ടഡ് ആവുന്നത്. വാട്ടർ പൊല്യൂട്ടഡ് ആവുന്നതിലൂടെ മെയിൻ ആയിട്ട് എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? അത് മുന്നോട്ട് നമ്മൾ നോക്കുമ്പോഴത്തേനും വാട്ടർ പൊല്യൂഷൻ ആക്ച്വലി നമ്മുടെ വാട്ടർ ഷോർട്ടേജിന്റെ, വാട്ടർ അവൈലബിലിറ്റിയെ തന്നെ ബാധിക്കും. അതാണ് അതിന്റെ ലോങ് ടേം ആയിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി ഷോർട്ട് ടേം റിസൾട്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് അറിയാം, നമുക്ക് ആ വാട്ടറിൽ ഉള്ളതായിട്ടുള്ള ഓർഗാനിസത്തെ നശിക്കാൻ കാരണമാവും. പിന്നെ അതുപോലെ തന്നെ ആ വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഓർഗാനിസത്തിന്റെയും തന്നെ ലൈഫില്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലില് അത് മൂലം ഒരു ചേഞ്ച് ഉണ്ടാവും അല്ലെ. നമ്മൾ ഹ്യൂമൻസിന്റെ കേസിലാണെങ്കിൽ വാട്ടർ പൊല്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ അവൈലബിൾ എങ്കിലോ നമുക്ക് ഇപ്പം നോൺ പൊല്യൂട്ടഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഡ്രിങ്കിങ്ങിന് പറ്റുമോ? ഇപ്പൊ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഡ്രിങ്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ കുടിവെള്ളമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. കുടിവെള്ളം ലഭിക്കാതിരുന്ന എന്ത് സംഭവിക്കും? അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതായിട്ടുള്ള ഒരു ഫാക്ടറാണ് എന്ത്? വാട്ടർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതും പൊല്യൂട്ടഡ് ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ ഡെയിലി ഉള്ള ലൈഫിനെ, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻസിന്റെ ആയാലും മറ്റു ഓർഗാനിസത്തിന്റെ ആയാലും വാട്ടർ ബോഡീസിലുള്ള, അതിൽ ലിവ് ചെയ്യുന്ന, അതിൽ വസിക്കുന്നതായിട്ടുള്ള ജീവികളെ ആണെങ്കിലും ഒക്കെ തന്നെ ബാധിക്കും. ഓക്കെ. ഇനി അടുത്തൊരു ഇതെന്ന് പറയുന്നത് ലോസ് ഓഫ് സ്പീഷീസ് ഓർ ബയോഡൈവേഴ്സിറ്റി ലോസ് എന്നുള്ളതാണ്. ലോസ് ഓഫ് സ്പീഷീസ് ഓർ ബയോഡൈവേഴ്സിറ്റി ലോസ്. ഇതിപ്പോ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ ഇതെല്ലാം അറിയാം അല്ലെ. ലോസ് ഓഫ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ സ്പീഷീസിന്റെ നശീകരണം. ഇതിപ്പോ മെയിൻ ആയിട്ട് നമുക്കറിയാം, നമ്മുടെ ഓരോ നമ്മളിപ്പം ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ വനനശീകരണമൊക്കെ ചെയ്യുമ്പോഴത്തേനും ആക്ച്വലി എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ കാടിനെ നശിപ്പിക്കുക. കാട്ടിലെ മരങ്ങളായിരിക്കും നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇത്, അല്ലെങ്കിൽ കാട്ടിൽ നിന്നുള്ള എന്തെങ്കിലും റിസോഴ്സസ് ആയിരിക്കും നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടിയത്. കല്ല്, പാറ പൊട്ടിച്ചെടുക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആക്ച്വലി എന്താണ്? അതിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ ഡെയിലി ജീവിക്കുന്നതായിട്ടുള്ള കുറെ ഓർഗാനിസംസ് കാണും അല്ലെ. അല്ലെങ്കിൽ കാടിനുള്ളിലുള്ള കുറെ ജീവികൾ കാണും, ആനിമൽസ് കാണും, ബേർഡ്സ് കാണും അല്ലെ. അപ്പൊ ഇതിനെയൊക്കെ തന്നെ നമ്മൾ, അതിന്റെ ലൈഫിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രോയ് ചെയ്യുന്നത്, അല്ലെ അതിന്റെ ലൈഫ് സ്റ്റൈലിനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് അതുമൂലം. കാര്യം അതിന്റെ ഡെയിലി ലൈഫിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു നേച്ചറിനെയാണ്, അല്ലെ ആ ഒരു നാച്ചുറൽ എൻവയറമെന്റിനെയാണ് നമ്മൾ നശിപ്പിക്കുന്നത്. അങ്ങനെ നശിപ്പിച്ച് കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യും? അതിന്റെ ലൈഫിനെ തന്നെ അത് ബാധിക്കും അല്ലെ. അപ്പൊ ഇത്തരത്തില് നമ്മൾ ഉണ്ടായി കഴിയുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? അത്തരത്തിലുള്ള സ്പീഷീസുകൾ നശിക്കൂ അല്ലെ. അത് ജീവിക്കുന്നതായിട്ടുള്ള ആ ഒരു സറൗണ്ടിങ്സിലെ ഹാബിറ്റാറ്റ് മാറുന്നതിലൂടെ, അത് പൊല്യൂട്ടഡ് ആവുന്നതിലൂടെ എന്ത് ചെയ്യും? ആ ഒരു സ്പീഷീസ് നശിക്കാണ്ടൊരു കാരണമാവും. ഇപ്പം ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്ന ആക്ഷൻ മാത്രമല്ല, ഇപ്പൊ പൊല്യൂഷൻ എന്ന് പറയുന്ന ഇതിലൂടെയും ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മള് കാടുകളൊക്കെ കയ്യേറി അവിടെ പൊല്യൂട്ടഡ് ആക്കും അല്ലെ. ഇപ്പൊ കാടുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ അറിയാം, പ്ലാസ്റ്റിക്കുകളിലൊന്നും യൂസ് ചെയ്യരുത്, നമ്മൾ യൂസ് ചെയ്ത സാധനം ഒന്നും അവിടെ ഉപേക്ഷിച്ചിട്ട് പോകരുതെന്നൊക്കെ പറയും. എന്തുകൊണ്ട് ഇത് എല്ലാരും പറയുന്നത് അല്ലെ? എന്തുകൊണ്ട് ഇത് പറയുന്നത്? അവിടെ അത് മലിനപ്പെടരുത്. ആ ഒരു കാടെന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് മലിനപ്പെടരുത്. അത് അത് ആക്ച്വലി എന്താണ്? ആ ഒരു ഓർഗാനിസത്തെ മാത്രമല്ല, ആക്ച്വലി ഈ ഒരു എർത്തിന്റെ തന്നെ ഇക്വിലിബ്രിയത്തെ ഒക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തായിരിക്കും? കാടായിരിക്കും. അപ്പം അത്തരത്തിലുള്ള ഒരു സ്ഥലം മലിനപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെയുള്ള സ്പീഷീസുകളൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങും. ഇപ്പൊ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ആനിമൽസ് ആവാം, പ്ലാന്റ്സ് ആവാം, ബേർഡ്സ് ആവാം, ഫിഷസ് ആവാം, എന്തിനെ വേണേലും അത്തരത്തിലുള്ള അതിനെ ആ ഒരു ബയോഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ അവർ നേച്ചറിനെ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഏതൊരു ഓർഗാനിസത്തെ വേണേലും നശിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസ്ട്രക്ഷന് കാരണമാണ്. അത്തരത്തിൽ ഡിസ്ട്രക്ട് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇത് നമ്മുടെ എർത്തിന്റെ ഇക്വിലിബ്രിയത്തെ തന്നെ ബാധിക്കും അല്ലെ. അപ്പൊ ഇത്തരത്തില് ഇക്വിലിബ്രിയത്തെ ബാധിക്കുന്ന എങ്ങനെയാണ്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കുറയും. അതായത്
സ്പീഷീസിന്റെ എണ്ണങ്ങൾ കുറഞ്ഞു വന്നു. ഇപ്പൊ ഇതിനെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, പണ്ടുണ്ടായിരുന്ന ഒരു ജീവിയായിരുന്നു ഡോഡോ, അല്ലെ? നമ്മള് ഓരോ ഇതിനകത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഡോഡോ എന്ന് പറയുന്ന ജീവികളെ പറ്റി, അല്ലെ? ആ ഒരു ബേർഡിനെ ഇപ്പൊ ആരെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ നമ്മൾക്കറിയാം, പണ്ടത്തെ ഒരു ഇതില് ജുറാസിക് എന്ന് പറയുന്ന ഒരു ഇതിനകത്ത് ഡൈനോസേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. കാര്യം അതൊക്കെ മാഞ്ഞുപോയി. മാഞ്ഞു പോകാനുള്ള കാരണം എന്താണ്? ആ ഒരു ഡൈവേഴ്സിറ്റി അല്ലെ ആ സ്പീഷീസ് ഒന്നും ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതിന് നമ്മുടെ ഹ്യൂമൻസിന്റെ ആക്ഷനും ആവാം, എൻവയറമെന്റിന്റെ ചേഞ്ച് കൊണ്ടും ഒക്കെ തന്നെ ആവാം. ഓക്കെ. ഇനി അടുത്ത ഇതാണ് ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? എൻവയറമെന്റിന്റെ ഇതിന്റെ ആക്ഷനിലൂടെ ഫോറസ്റ്റേഷൻ സംഭവിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് കാട് കയ്യേറുക, അതായത് കാട്ടിലെ ലാൻഡ് ഏരിയ കയ്യേറി എടുക്കുക, ആ അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിനാണ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതിപ്പോ അതിലുള്ള റിസോഴ്സിനെ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ മെയിൻ ആയിട്ട് ഹ്യൂമൻസ് അവിടെയോട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ അവിടെ സെറ്റിൽഡ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ നമ്മൾ ഈ ഡീഫോറസ്റ്റേഷൻ ഒക്കെ നടത്തുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പ്രോസസ്സിലൂടെയൊക്കെ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ആ ഒരു നാച്ചുറൽ എക്കോസിസ്റ്റം അവിടെ ആ ഒരു ക്ലൈമറ്റിനെ തന്നെ ചേഞ്ച് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് റെഫേഴ്സ് ടു ദ ലോസ് ഓഫ് ഫോറസ്റ്റ് അക്രോസ് വേൾഡ് ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ് ലൈക്ക് അഗ്രികൾച്ചർ, അർബനൈസേഷൻ ഓർ മൈനിങ് ഓഫ് മിനറൽസ്. അതായത് മിനറൽസിനെ മൈൻ ചെയ്തെടുക്കുക, അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുവരിക, അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ഒക്കെ കൊണ്ടുവരിക. അതിലൂടെയൊക്കെയാണ് മെയിൻ ആയിട്ട് ഡീഫോറസ്റ്റേഷൻ സംഭവിക്കുന്നത്. ഓക്കെ. അതിപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവർ 30 മില്യൺ ഹെക്ടേഴ്സ് ഓഫ് പ്രൈമറി ഫോറസ്റ്റ് ഡ്യൂറിങ് 2000 to 2005 ഹാവ് ബീൻ ലോസ്റ്റ്. അതായത് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു സിംഗിൾ പ്രോസസ്സിലൂടെ 2000 തൊട്ട് 2005 വരെയുള്ള ഒരു കണക്ക് പ്രകാരം ആ ഒരു ഇയർ ഗ്യാപ്പിൽ 30 മില്യൺസ് ഓഫ് ഹെക്ടേഴ്സ് ഓഫ് ഫോറസ്റ്റേഴ്സ്, അതായത് 30 മില്യൺ ഹെക്ടേഴ്സ് ഓഫ് ഫോറസ്റ്റ് ആണ് ഒരു 5 കൊല്ലത്തെ ഒരു ഡ്യൂറേഷനിൽ നശിക്കപ്പെട്ടിരിക്കുകയാണ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ഇതിലൂടെ. അപ്പൊ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ത്രെറ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ നേച്ചറിന് ത്രെറ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. ഓക്കെ. അപ്പൊ ഇതാണ് ആക്ടിവിറ്റീസിനകത്ത് വരുന്നത്. ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ തന്നെ, ഈ ഒരു യൂണിറ്റിലെ തന്നെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ദ സൊസൈറ്റൽ റെസ്പോൺസ് എന്ന് പറയുന്നത്, ദ വേ ഫോർവേഡ്. ദ സൊസൈറ്റൽ റെസ്പോൺസ്, ദ വേ ഫോർവേഡ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ബേസിക്കലി തുടക്കത്തിൽ നമ്മൾ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എൻവയറമെന്റ്, എന്താണ് സോഷ്യോളജി, എന്താണ് നേച്ചർ, എന്താണ് സൊസൈറ്റി, പിന്നെ അതുപോലെ തന്നെ ഇത് തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ഇത് തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചല്ലേ. ഇപ്പൊ നമ്മൾ ആ നേച്ചറിൽ നമ്മുടെ സൊസൈറ്റി ജീവിക്കുന്നതായിട്ടുള്ള മനുഷ്യർ ചെയ്യുന്ന ഓരോ ആക്ഷൻ മൂലം നേച്ചറിൽ വരാവുന്ന ത്രെട്ടുകളെ നമ്മൾ പഠിച്ചു. അപ്പൊ ഇനിയിപ്പം ഇതിലെ ഈ ഒരു ത്രെട്ട് ഇതാണ് പ്രശ്നം എന്ന് നമ്മൾ പഠിച്ചല്ലേ. ഇനിയിപ്പോ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം, അതിന് വേണ്ടിയിട്ട് സൊസൈറ്റലായിട്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ട് അല്ലെ. ആ ഒരു റെസ്പോൺസ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു എൻവയറമെന്റൽ പ്രോബ്ലംസിനെ ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 വഴികളാണ് മെയിൻ ആയിട്ടുള്ളത്. അഥവാ സൊസൈറ്റൽ റെസ്പോൺസ് എന്ന് പറയുന്നത് 2 ലെവൽസിലാണ് ആയിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ദ ലെവൽ ഓഫ് ഐഡിയാസ്, രണ്ടെന്ന് പറയുന്നത് ലെവൽ ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അറിയാം, ലെവൽ ഓഫ് ഐഡിയാസ് ആൻഡ് ലെവൽ ഓഫ് പ്രാക്ടീസ്. ഫസ്റ്റ് ദ ലെവൽ ഓഫ് ഐഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം അല്ലെ, ഐഡിയാസ് എന്ന് പറഞ്ഞാൽ എന്താ? ചിന്താഗതികളാ അല്ലെ. ഈ ചിന്താഗതികൾ ആക്ച്വലി എന്താണ് ചെയ്യുന്നത്? ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഒരു 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 എന്താണ് അതിന് വേണ്ടിയുള്ള സൊല്യൂഷൻ കണ്ടെത്തുക ചെയ്യുന്നത് ഈ ഇത്തരത്തിലുള്ള ഐഡിയാസ് അല്ലെ. അപ്പം ഈ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനെ നമ്മൾ തിയററ്റിക്കലായിട്ട്, അതായത് എന്തെങ്കിലും ഒരു തിയറീസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അതിന് സൊല്യൂഷൻ ആയിട്ടുള്ള ഓരോ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ഈ ലെവൽ ഓഫ് ഐഡിയാസിനകത്ത് വരുന്നതാണ്. അതിനകത്ത് വരുന്നതാണ് കൺസർവേഷനിസം, പ്രിസർവേഷനിസം, പിന്നെ അതുപോലെ തന്നെ ഈ ന്യൂ ഇക്കോളജിക്കൽ പാരഡൈം, ഹ്യൂമൻ എക്സ്പെനൻഷ്യലിസം പാരഡൈം, പിന്നെ ത്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ, ഇക്കോളജിക്കൽ മോഡേണൈസേഷൻ, പൊളിറ്റിക്കൽ ഇക്കോളജി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി ഓരോ ഐഡിയാസ് അല്ലെ. അതായത് ഈ ഒരു പ്രോബ്ലമാറ്റിക് കണ്ടീഷൻ, എൻവയറമെന്റിന്റെ ഈ ഒരു പ്രോബ്ലമാറ്റിക് കണ്ടീഷനെ തിയററ്റിക്കലായിട്ട് കാണിക്കുന്നതായിട്ടുള്ള ഓരോ ഐഡിയാസ് ആണ്, അല്ലെങ്കിൽ തിയററ്റിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ടുള്ള ഓരോ ഐഡിയാസ് ആണ് ആക്ച്വലി എന്ത് ഈ പറഞ്ഞതല്ല. ഈ സോഷ്യൽ ഇക്കോളജി, എൻവയറമെന്റൽ ജസ്റ്റിസ്, ഡീപ്പ് ഇക്കോളജി,
ഇക്കോ ഫെമിനിസം. ഈ ഇക്കോ ഫെമിനിസം എന്നൊക്കെ പറയുമ്പോഴത്തേന് ആക്ച്വലി എന്താണ് ഒരു ഐഡിയ, അതായത് ഫെമിനിസത്തെയും ഇക്കോളജിയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അതിലൂടെ എന്താണ് നമ്മള് സൊസൈറ്റിയിൽ നമുക്കുള്ളതായിട്ടുള്ള ഒരു റെസ്പോൺസിനെ ഒക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഐഡിയാസിലൂടെ കാണുന്നത്. ഇത് ഐഡിയയുടെ ഒരു ലെവലാണ്. ഇനിയും ലെവൽ ഓഫ് പ്രാക്ടീസ് എന്നുള്ളതാണ് രണ്ടാമത്തെ ലെവൽ. അറ്റ് ദ ലെവൽ ഓഫ് പ്രാക്ടീസ്. അറ്റ് ദ ലെവൽ ഓഫ് പ്രാക്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാല് മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഐഡിയാസിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പം ഐഡിയാസിനകത്ത് നമ്മൾ ലെവൽ ഓഫ് ഐഡിയാസിനകത്ത് നമ്മൾ പറഞ്ഞ എന്താ, ഓരോ ഐഡിയാസ്, അതായത് ഇത്തരത്തിലുള്ള എൻവയറമെന്റൽ പ്രോബ്ലംസിന് വേണ്ടിയിട്ടുള്ള തിയററ്റിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അതിനാണല്ലോ നമ്മൾ ഐഡിയാസ് എന്ന് പറയുന്നത്. അപ്പം അതിനെ പ്രാക്ടിക്കൽ ആക്കി മാറ്റുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആക്ഷനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലെവൽ ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പം അതിനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഗാന്ധിജിയുടെ ഒരു ഐഡിയ ആയിരുന്നു എന്ത്, നോൺ വയലൻസ് എന്നുള്ളത്, അല്ലേ? അതൊരു സ്ട്രാറ്റജി ആയിരുന്നു, അഥവാ ഒരു ഐഡിയ ആയിരുന്നു, അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു നോൺ വയലൻസ് ഉള്ളത്. അപ്പൊ ഈ നോൺ വയലൻസ് എന്നുള്ളത് ഒരു മൂവ്മെന്റ് ആയിട്ട് എല്ലാവരും ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അത് അതിന്റെ ഒരു പ്രാക്ടിക്കൽ രീതിയായിട്ട് മാറിയത്, അല്ലെ? ഇത് ഈ ഐഡിയാസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു തോട്ടിൽ, നമ്മുടെ തോട്ട് പ്രോസസ് ആണ് ഐഡിയാസ് എന്ന് പറയുന്നത്. അപ്പം അത് പ്രാക്ടിക്കലായി മാറിക്കഴിയുമ്പോഴാണ് അതൊരു പ്രാക്ടീസ് അഥവാ ഒരു മൂവ്മെന്റ് ആയി മാറുന്നത്, അല്ലെ? അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കേസ് നമ്മൾ നോക്കുമ്പോൾ അറ്റ് ദ ലെവൽ ഓഫ് ഐഡിയാസിൽ നമ്മൾ ഈ ഇക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ഈ എൻവയറമെന്റൽ പ്രോബ്ലംസിന് സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ ആയിട്ടുള്ള തിയററ്റിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ ഐഡിയാസിലൂടെ കണ്ടെത്തി വെക്കും. എന്നിട്ട് അറ്റ് ലെവൽ ഓഫ് പ്രാക്ടീസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ആക്കി അതിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഒരു എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചിപ്കോ മൂവ്മെന്റ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ, സേവ് സൈലന്റ് വാലി മൂവ്മെന്റ്, എപ്പിക്കോ മൂവ്മെന്റ്, ആന്റി മൈനിങ് മൂവ്മെന്റ്, ഇത്തരത്തിലുള്ള മൂവ്മെന്റുകളെല്ലാം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഈ ഒരു എൻവയറമെന്റിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ഓരോ പ്രാക്ടീസ് ആണ്, അല്ലെ അതിന്റെ എൻവയറമെന്റൽ പ്രോബ്ലംസിന് എതിരായിട്ട് അല്ലെ അതിനൊരു സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു കുറച്ച് പ്രാക്ടീസുകളായിരുന്നു. ഇതെല്ലാം എന്ന് പറയുന്നത് എന്താണ്, ഈ ലെവൽ ഓഫ് പ്രാക്ടീസസിനകത്ത് വരുന്നതാണ്. ഇനി ഈ ഒരു രണ്ട് ഡയമെൻഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഇത്തരത്തിലുള്ള എൻവയറമെന്റൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊസൈറ്റിയുടെ ഒരു റെസ്പോൺസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്, അല്ലെ? ഇതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഈ രണ്ട് കാര്യങ്ങളും ആക്ച്വലി എന്താണ്, സൊസൈറ്റിയിലുള്ളതായിട്ടുള്ള ഒരു പവറിനെയും പൊളിറ്റിക്സിനെയും സോഷ്യൽ ഇൻഇക്വാളിറ്റിയെയും പിന്നെ അതുപോലെ തന്നെ സിഗ്നിഫിക്കന്റ് റോളുകളും പല ആൾക്കാർ തമ്മിലുള്ള എന്താ ഇപ്പൊ പല ക്ലാസ്സുകളും പല ലെവൽസുകളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ ഒക്കെ തന്നെ ഡിറ്റർമൈൻ ചെയ്യാനും അതുപോലെ തന്നെ അതിനെയൊക്കെ സോൾവ് ചെയ്യാനും അത്തരത്തിൽ എൻവയറമെന്റൽ ഇഷ്യൂസിനെ ഒക്കെ തന്നെ സോൾവ് ചെയ്തെടുക്കാനും ഒക്കെ തന്നെ ഇത് മെയിൻ ആയിട്ട് സഹായിക്കുന്നുണ്ട്. It is these issues and their attendant theoretical and practical realities is the concern of environmental sociology as a discipline. അപ്പം ഇത്തരത്തിലുള്ള പൊളിറ്റിക്സ്, സോഷ്യൽ ഇൻഇക്വാലിറ്റീസ്, പവേഴ്സിലൂടെ ഒക്കെ വരുന്നതായിട്ടുള്ള എൻവയറമെന്റൽ ഇഷ്യൂസ്, അപ്പം അത്തരത്തിൽ ഉണ്ടാവുന്നതായിട്ടുള്ള എൻവയറമെന്റൽ ഇഷ്യൂസിനെ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള തിയററ്റിക്കലും പ്രാക്ടിക്കലും ആയിട്ടുള്ള ലെവൽ ഓഫ് ആക്ഷനിലൂടെ അല്ലെങ്കിൽ ലെവൽസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻവയറമെന്റൽ സോഷ്യോളജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു കൺസേണിനെയാണ് മെയിൻ ആയിട്ട് എൻവയറമെന്റൽ സോഷ്യോളജി അല്ലെങ്കിൽ എൻവയറമെന്റൽ സോഷ്യോളജിയുടെ ഡിസിപ്ലിൻ ഒരു സൊസൈറ്റൽ റെസ്പോൺസ് ആയിട്ട് പറയുന്നത്. അതായത് നമ്മുടെ സമൂഹം എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ മെയിൻ ആയിട്ട് എൻവയറമെന്റിനോട് കാണിക്കേണ്ടതായിട്ടുള്ള, സമൂഹവും എൻവയറമെന്റ് എന്ന് പറയുന്നത് ഇന്റർ കണക്റ്റഡ് ആണ്. സോ സമൂഹം എന്ന് പറയുന്നത് നേച്ചറിനോട് കാണിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഇത്തരത്തിലുള്ള തിയററ്റിക്കലും പ്രാക്ടിക്കലും ആയിട്ടുള്ള ആക്ഷൻസിലൂടെ എന്ത് ചെയ്യുക, സൊസൈറ്റിയിലും അതുപോലെ തന്നെ എൻവയറമെന്റിലും ഉള്ളതായിട്ടുള്ള പ്രോബ്ലംസിനെ മനസ്സിലാക്കുകയും അതിനെ സോൾവ് ചെയ്യുകയും ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇതാണ് മെയിൻ ആയിട്ട് എൻവയറമെന്റൽ സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിച്ചത്. സോ ഇന്ന് പാർട്ട് 2 നമ്മൾ മെയിൻ ആയിട്ട് കുറച്ച് എൻവയറമെന്റൽ പ്രെഡിക്കമെന്റ്സ് നമ്മൾ നോക്കി, അതായത് എൻവയറമെന്റൽ പ്രോബ്ലംസ് നമ്മൾ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ കുറച്ച് എൻവയറമെന്റൽ പ്രോബ്ലംസും അതുപോലെ തന്നെ അതിനുള്ള സൊസൈറ്റലായിട്ടുള്ള കൺസേൺസ് എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു. ഇനിയും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പരിചയപ്പെടാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇപ്പൊ ഈ യൂണിറ്റ് അവസാനിച്ചിരിക്കുക, ഇനിയിപ്പോ നമുക്ക് ഇതിനകത്തെ കുറച്ച് ഇമ്പോർട്ടൻറ്റ്
ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഇതിനെ ഒന്ന് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മളിപ്പോ ഒരു യൂണിറ്റ് കഴിഞ്ഞു. അപ്പൊ ഈ ഒരു യൂണിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കണം അല്ലേ. എന്നാലേ ഉള്ളൂ നമുക്ക് എന്തൊക്കെ ഇതിന്ന് മനസ്സിലായെന്നൊക്കെ ഒന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. 3 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നെന്ന് പറയുന്നത് വാട്ട് ഈസ് ദി ഫോക്കസ് ഓഫ് എൻവയോൺമെന്റൽ സോഷ്യോളജി എന്നുള്ളതാണ്. അതായത് ഇതിൽ ഒരെണ്ണം ഈ ആദ്യത്തെ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഒന്നെന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഫോക്കസ് ഓഫ് എൻവയോൺമെന്റൽ സോഷ്യോളജി. എൻവയോൺമെന്റൽ സോഷ്യോളജി എന്ന് പറയുന്നതിനെ പറ്റി തന്നെയാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ അതിനെ എങ്ങനെ ഉത്തരം ചെയ്യണം, ആൻസർ ചെയ്യണം, അല്ലെ ഏത് രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇനി പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു എൻവയോൺമെന്റൽ സോഷ്യോളജി അതിന്റെ ഫോക്കസ് എന്താണെന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ അതിന്റെ ഫോക്കസിനെ പറ്റി മാത്രം പറഞ്ഞാൽ പോരാ. അതിപ്പോ ഓരോ ക്വസ്റ്റ്യന്റെ ഇതനുസരിച്ചായിരിക്കും. ഇപ്പം എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ എൻവയോൺമെന്റൽ സോഷ്യോളജി എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം എഴുതണം. അപ്പൊ അതിനകത്ത് നമ്മൾ എൻവയോൺമെന്റ് എന്താണെന്നുള്ളത് ക്ലീൻ ആയിട്ട് ഡിഫൈൻ ചെയ്യണം, സോഷ്യോളജി എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. അതുപോലെ തന്നെ എൻവയോൺമെന്റും സോഷ്യോളജിയും തമ്മിൽ എങ്ങനെ കണക്ട് ആയിരിക്കുന്നു, അതിനകത്ത് ഇപ്പൊ നമുക്ക് നേച്ചറിന്റെയും എൻവയോൺമെന്റിന്റെയും കണക്ഷൻ പറയാം, അത് തമ്മിലുള്ള റിലേഷൻ പറയാം. പിന്നെ എൻവയോൺമെന്റൽ സോഷ്യോളജി മെയിൻ ആയിട്ടുള്ള ഫോക്കസ് കൊടുക്കുന്ന എന്തിലേക്കാണ്, എൻവയോൺമെന്റൽ പ്രോബ്ലംസിലേക്കൊക്കെയാണ് നമ്മൾ പറഞ്ഞല്ലേ. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ കൺസേൺസ് എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. എൻവയോൺമെന്റൽ പ്രോബ്ലംസിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ എൻവയോൺമെന്റൽ പ്രോബ്ലംസിനെ മെൻഷൻ ചെയ്യാം, അത് മൂലം ഉണ്ടാവുന്ന കോസസിനെ നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പൊ അത്തരത്തിലുള്ള ഇതിനെയൊക്കെ സൊല്യൂഷൻ കണ്ടെത്തുക. എങ്ങനെ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുന്നതെന്ന് പറഞ്ഞ് പ്രാക്ടിക്കൽ ലെവലിലും അതുപോലെ തന്നെ ഐഡിയ ലെവലും, ലെവൽ ഓഫ് ഐഡിയാസ് ആൻഡ് ലെവൽ ഓഫ് പ്രാക്ടീസ് ഇല്ല, ഈ ഒരു 2 ലെവലിലൂടെയാണ് ഇതിനെ ചെയ്യുന്നത്. ഈ 2 ലെവലുകൾ ചേർന്ന് നമ്മൾ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നതെന്ന് നമ്മൾ പറഞ്ഞത്, എൻവയോൺമെന്റൽ സോഷ്യോളജിയുടെ മെയിൻ ഡിസിപ്ലിൻ ആയിട്ടുള്ള, അതായത് എൻവയോൺമെന്റൽ സോഷ്യോളജിയുടെ മെയിൻ ഡിസിപ്ലിൻ, മെയിൻ ഫോക്കസ് എന്താണ്, ഐഡിയാസിലൂടെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രാക്ടീസിലൂടെയും എന്താണ് ഇത്തരത്തിലുള്ള എൻവയോൺമെന്റൽ പ്രോബ്ലംസിനെയും അതിനൊക്കെ സോൾവ് ചെയ്യുക. അതായിരുന്നു എൻവയോൺമെന്റൽ സോഷ്യോളജിയുടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ്. അതാണ് അല്ലെങ്കിൽ ഹ്യൂമൻസിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഒരു എൻവയോൺമെന്റൽ കൺസേൺ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അതാണ് എൻവയോൺമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റൽ കൺസേൺ ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു മെയിൻ. അപ്പൊ അതിനകത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് പറയാം. എൻവയോൺമെന്റൽ സോഷ്യോളജി എന്താന്ന് പറയാം, എൻവയോൺമെന്റും സോഷ്യോളജിയും തമ്മിലുള്ള ഡിഫറൻസ് പറയാം, റിലേഷൻ പറയാം, നേച്ചറും എൻവയോൺമെന്റും തമ്മിലുള്ള കണക്ഷൻ പറയാം, നേച്ചറിൽ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മെൻഷൻ ചെയ്യാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടി കണക്ട് ചെയ്ത് വേണം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ. ഇനി രണ്ടാമത് ഇമ്പോർട്ടന്റ് ആയിട്ട്, അതായത് ജൂൺ 2023 ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് റൈറ്റ് എ നോട്ട് ഓൺ എയർ പൊല്യൂഷൻ ഇൻ ഇന്ത്യ. ഇതിൽ ഈ എയർ പൊല്യൂഷൻ ഇൻ ഇന്ത്യ, എയർ പൊല്യൂഷൻ മാത്രം നമുക്ക് ചോദിക്കണമെന്നില്ല, ഏത് പൊല്യൂഷനിലെ വേണേലും ഡിപ്പെൻഡ് ചെയ്ത് ചോദിക്കാം. ഇതിപ്പോ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ഇന്ത്യയെ കണക്ട് ചെയ്ത് വേണം നമ്മൾ ഇത് എഴുതാൻ. എയർ പൊല്യൂഷൻ ഇതിനകത്ത് നമുക്കിപ്പോ പൊല്യൂഷൻ എന്താന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷനിലൂടെ വേണേൽ നമുക്ക് ഇതിന് തുടങ്ങാം. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് പൊല്യൂഷൻ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. എയർ പൊല്യൂഷനെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ മെൻഷൻ ചെയ്യണം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ എയർ പൊല്യൂഷൻ എങ്ങനെയാണെന്നും എയർ പൊല്യൂഷന് എത്ര ടൈപ്പ് ഉണ്ട്, ഇപ്പൊ നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ സ്മോഗും കാര്യങ്ങളും ഒക്കെ ചേർക്കാം. സ്മോഗിനകത്ത് തന്നെ കുറെ ഡീറ്റെയിലുകളൊക്കെ പറയുന്നുണ്ട് അല്ലെ. അതായത് എത്തരത്തിലുള്ള രോഗം വരും, ലങ്സിന്റെ കപ്പാസിറ്റി കുറയാൻ കാരണമാവും എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഡീറ്റെയിലുകളും ഒക്കെ കയറ്റാം. പിന്നെ ഇപ്പൊ നമ്മള് ഈ ഒരു എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇന്ത്യ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യം അല്ലെങ്കിൽ ഇപ്പൊ പ്രസന്റ് സെനാരിയോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറ്റിയിട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ അതിന് ആൻസർ എഴുതുമ്പോഴത്തേനും ആ ഒരു ആൻസറിനകത്ത് എന്ത് ചെയ്യണം, ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയുടെ പ്രസന്റ് സിറ്റുവേഷനെയും കൂടി കണക്ട് ചെയ്ത് വേണം എഴുതാൻ. അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞ എയർ പൊല്യൂഷൻ ഇൻ ഡൽഹി, ഇപ്പൊ നമുക്ക് ഇപ്പൊ ഡൽഹിയിൽ നടക്കുന്ന എയർ പൊല്യൂഷൻ മൂലം ഉണ്ടാകുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഓക്സിജൻ കിട്ടാതായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിനെയൊക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. അങ്ങനെ കണക്ട് ചെയ്ത് എഴുതുമ്പോഴത്തേക്കിനും നമ്മുടെ ആൻസറിന്റെ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇച്ചിരി കൂടി കൂടുതൽ വാല്യുബിൾ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം നമ്മൾ
ഇത്തരത്തിൽ റൈറ്റ് നോട്ട് ഓൺ എയർ പൊല്യൂഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ജസ്റ്റ് എയർ പൊല്യൂഷൻ എന്താന്ന് മാത്രം മെൻഷൻ ചെയ്തിട്ട് കാര്യമില്ല. പൊല്യൂഷൻ എന്താന്ന് എഴുതണം, ടൈപ്പുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതണം, അതിനകത്ത് എയർ പൊല്യൂഷൻ എങ്ങനെയാണ്, എയർ പൊല്യൂഷൻ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എഴുതാം, പിന്നെ ഇന്ത്യ ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എഴുതാം. ഇത് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് എഴുതാൻ വേണ്ടി സാധിക്കും. മൂന്നാമത്തെ ഒരു ചോദ്യമാണ് എക്സാമിൻ ദി ഹ്യൂമൻ ഇക്കോളജി മോഡൽ ടു അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് എൻവയറമെന്റ്. അതായത് ഹ്യൂമൻ ഇക്കോളജി മോഡൽ എന്താന്നുള്ളത് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണ് സൊസൈറ്റി എൻവയറമെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഹ്യൂമൻ ഇക്കോളജിക്കൽ മോഡൽ എന്താന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഹ്യൂമൻ ഇക്കോളജിക്കൽ മോഡൽ എന്തായിരുന്നു? റോബർട്ട് ഇ പാർക്കിന്റെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഹ്യൂമൻ ഇക്കോളജിക്കൽ മോഡൽ, അല്ലെ? അത് 1920s അദ്ദേഹം കൊണ്ടുവന്നത്. അതിനകത്ത് മെയിൻ ആയിട്ട് അദ്ദേഹം എങ്ങനെയായിരുന്നു ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്? അതായത് മെയിൻ ആയിട്ട് ചാൾസ് ഡാർവിൻ അതുപോലുള്ള മറ്റ് നാച്ചുറലിസ്റ്റുകളുടെ ഒക്കെ തിയറീസും കോൺസെപ്റ്റ്സിന്റെ ഒക്കെ ബേസിസിലാണ്, അതിന്റെയൊക്കെ ഒരു ബേസിസിലാണ് അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് എന്താണ് പറയുന്നത്? സൊസൈറ്റി എൻവയറമെന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ആനിമൽസും പ്ലാന്റ്സും നേച്ചറിലുള്ളതായിട്ടുള്ള ഒരു ഇന്റർഡിപെൻഡൻസും അതുപോലെ തന്നെ സൊസൈറ്റിയും ഇൻഡിവിജ്വൽസും ഉള്ള അതായത് സോഷ്യൽ ആയിട്ടുള്ള ഒരു ഇന്റർഡിപെൻഡൻസിനെ പറ്റിയിട്ട് ഇത് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിലൂടെയാണ് സൊസൈറ്റി എൻവയറമെന്റും എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് ആര് പറയുന്നത്? റോബർട്ട് ഇ പാർക്ക് ഈ ഒരു കോൺസെപ്റ്റിലൂടെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് അദ്ദേഹം ഇതിനെ എന്താണ് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? മെയിൻ ആയിട്ട് കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നേച്ചറിന്റെ മേൽ എന്താണ് കൾച്ചറിനും അതുപോലെ തന്നെ ഹ്യൂമൻസിനും, അല്ലെ? നേച്ചറിന്റെ മേല് കൾച്ചറിനും അതുപോലെ തന്നെ ഹ്യൂമൻസിനും ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. ഹ്യൂമൻസ് കൾച്ചറിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ആ ഒരു കൾച്ചർ ആക്ച്വലി നേച്ചറിന്റെ മണ്ടയിൽ എന്താണ് ഒരു ഡോമിനൻസ് ആണ് ചെയ്യുന്നത്. നേച്ചറിനെ മേൽ ഒരു ഡോമിനൻസ് കൾച്ചറിനുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ആര്? റോബർട്ട് ഇ പാർക്ക് എന്ന്. ഓക്കെ, അപ്പം ഇത് മൂന്നെണ്ണം ഇപ്പൊ ഞാൻ ഈ ഒരു യൂണിറ്റിനെ ബേസ് ചെയ്ത് ഞാൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് മുന്നോട്ട് വെക്കുന്നതാണ്. ഇത് മാത്രമല്ല ബാക്കിയുള്ള ടോപ്പിക്കുകളിൽ നിന്നും വരാം. ഇത് നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പൊ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു യൂണിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ആ ഒരു യൂണിറ്റിനെ ബേസ് ചെയ്ത് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഡീൽ ചെയ്ത് പോയെന്നേ ഉള്ളൂ, അഥവാ ഡിസ്കസ് ചെയ്ത് പോയെന്നേ ഉള്ളൂ. അതിനകത്ത് ഈ എയർ പൊല്യൂഷൻ ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുന്നത് ഈ അടുത്ത് 2023 ജൂണിലൊക്കെ വന്നിരുന്ന എക്സാമിലൊക്കെ ഉണ്ടായിരുന്നതാണ്. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഇത്. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കേണ്ടതാണ്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക് യു.